നമ്മളെന്നുള്ളത് ഖുബാ മസ്ജിദിന് അടുത്താണ്. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഖുബ എന്നുള്ളത്. മക്കയിൽ നിന്ന് മദീനയിലെത്തിയ പ്രവാചകൻ ഏറ്റവും കൂടുതൽ താമസിച്ചതും ഈ ഖുബ എന്ന ഈ പ്രദേശത്താണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. അതിനു മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കറിയാം, പ്രവാചകനും കൂട്ടർക്കും ഒരുപാട് മർദ്ദനവും പീഡനവും അനുഭവിക്കേണ്ടി വരികയുണ്ടായിട്ടുണ്ട്. ഇത് കഠിനമായപ്പോൾ അള്ളാഹു കൽപ്പന ഇറക്കുകയാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യാൻ. ഈ ഒരു സംഭവത്തെയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ എന്ന് വിളിക്കുന്നത്. മക്കയിൽ നിന്ന് ഏകദേശം 500ഓളം കിലോമീറ്റർ അകലെയാണ് മദീന എന്ന പ്രദേശമുള്ളത്. അങ്ങനെ ഏകദേശം 7-8 ദിനരാത്രങ്ങൾ കഴിഞ്ഞിട്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനും മദീനയിൽ ഈ ഖുബ എന്ന പ്രദേശത്ത് എത്തിപ്പെടുന്നത്. പ്രവാചകൻ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്യുന്നു എന്ന വിവരമറിഞ്ഞ മദീനയിലെ അൻസാറുകളായ മദീന നിവാസികൾ അതിർത്തി പ്രദേശമായ ഖുബയിൽ വന്ന് പ്രവാചകനെയും കാത്ത് നിൽക്കുമായിരുന്നു. വലിയ വലിയ ഈത്തപ്പനത്തിൻ്റെ മുകളിൽ കയറി അവർ ദിവസങ്ങളോളം പ്രവാചകനെയും കാത്തു നിൽക്കും. പ്രഭാതത്തിൽ ഈത്തപ്പനയുടെ മുകളിൽ കയറി ഉച്ചവരെ, അതായത് വെയിൽ കനക്കുന്നത് വരെ ഈത്തപ്പനയുടെ മുകളിൽ അവർ പ്രവാചകനെയും നോക്കി നിൽക്കുമായിരുന്നു. പ്രഭാതത്തിൽ ഈ മദീന നിവാസികൾ ഈത്തപ്പനയുടെ മുകളിൽ പ്രവാചകനെയും നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ ഉച്ച ആകുന്നത് വരെ, അതായത് വെയിൽ കനക്കുന്നത് വരെ അവർ ഈത്തപ്പനയുടെ മുകളിൽ കയറി പ്രവാചകനെയും നോക്കി നിൽക്കും. അങ്ങനെ ഉച്ചയായാൽ അവർ നിരാശരായി മടങ്ങും. അങ്ങനെ അവർ സ്വയം പറയും, ഇന്ന് പ്രവാചകൻ വരാൻ സാധ്യതയില്ല, ഇനി നമുക്ക് നാളെ പ്രതീക്ഷിക്കാം എന്നും പറഞ്ഞ് അവർ വീട്ടിലേക്ക് മടങ്ങും. അങ്ങനെ അതുപോലെ തന്നെ റബീഉൽ അവ്വൽ ഒരു വെള്ളിയാഴ്ച, അതായത് റബീഉൽ അവ്വൽ 8 വെള്ളിയാഴ്ച പതിവ് പോലെ ഇവർ വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം, നിരാശരായി മടങ്ങിയതിന് ശേഷം, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂതൻ വീട്ടിൻ്റെ മുകളിൽ കയറിയപ്പോൾ വെറുതെ ഒന്ന് ദൂരത്തേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു ഒട്ടകപ്പുറത്ത് വെള്ള അണിഞ്ഞ പ്രവാചകനും അബൂബക്കറും വരുന്നത് കാണുകയുണ്ടായി. അതുകണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് മദീന നിവാസികൾ കാത്തു നിൽക്കുന്ന അവരുടെ പ്രവാചകനാണ്, പ്രവാചകനും കൂട്ടുകാരനും ആണെന്ന്. ഇതറിഞ്ഞ ജൂതൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുകളിൽ കയറി ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായി, അല്ലയോ മദീന നിവാസികളെ, നിങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകനും കൂട്ടുകാരനും ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഇതു കേട്ട സഹാബാക്കൾ, മദീനയിലെ മദീന നിവാസികൾ പ്രവാചകൻ്റെ അടുത്തേക്ക് ഓടിയടുക്കുകയാണ് ഉണ്ടായത്. പ്രവാചകൻ വന്ന കസ്വ എന്ന ഒട്ടകത്തിൻ്റെ ചുറ്റോടുകൂടി അവർ ആനന്ദത്തോടുകൂടി നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ചെയ്തിട്ടാണ് പ്രവാചകനെ വളരെ സന്തോഷപൂർവ്വം മദീനയിലേക്ക് വരവേൽക്കുന്നത്. പ്രവാചകൻ മദീനയിലെത്തിയ സമയത്ത് അവിടെ 2 ഗോത്രമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്, ഔസ് ഗോത്രവും അസ്റജ് ഗോത്രവും. ഈ ഖുബ എന്ന പ്രദേശം നിന്നിരുന്ന സ്ഥലമാണ് ഔസ് ഗോത്രത്തിൻ്റെ പ്രധാന സ്ഥലം. അതുപോലെ തന്നെ മദീന പള്ളിയുടെ ഭാഗമാണ് അസ്റജ് ഗോത്രത്തിൻ്റെ പ്രധാന സ്ഥലം. ഈ 2 ഗോത്രം പ്രവാചകൻ മദീനയിലെത്തുന്ന സമയത്ത് പരസ്പരം വളരെയധികം ശത്രുക്കളായിരുന്നു. റബീഉൽ അവ്വൽ 8 മദീനയിലെത്തിയ പ്രവാചകൻ ഔസ് ഗോത്രത്തിൻ്റെ കൂടെ 4 ദിവസം താമസിക്കുകയും അങ്ങനെ അവരുമായി ഇടപഴകിയതിനു ശേഷം അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും ചെയ്തു. റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയാണ് അസ്റജ് ഗോത്രത്തിൻ്റെ ഭാഗമായ മദീനയുടെ ഉൾഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. എന്നിട്ട് അസ്റജ് ഗോത്രത്തിൻ്റെ കേന്ദ്രസ്ഥലമായ സഅദ് ഇബ്നു സുറാറയും സംഘവും താമസിക്കുന്ന
ഒരു സ്ഥലത്ത് പ്രവാചകൻ്റെ ഒട്ടകം മുട്ടുകുത്തുകയും അവിടെ പ്രവാചകൻ ഇറങ്ങുകയും അങ്ങനെ അവിടെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാമത്തെ പള്ളിയായ മസ്ജിദുൽ മുനവ്വറ നിർമ്മിക്കുന്നത്. മസ്ജിദുൽ അവൽ മസ്ജിദ് ഫിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഖുബാ മസ്ജിദാണ്. രണ്ടാമത്തെ പള്ളിയാണ് മദീന മസ്ജിദ്. ചരിത്രത്തിൽ പറയുന്നത് പ്രവാചകൻ എല്ലാ ശനിയാഴ്ചയും മസ്ജിദുൽ ഖുബ സന്ദർശിക്കുമായിരുന്നു എന്നാണ്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, ഖുബയിൽ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയും ഖുബയിൽ വരികയും അവിടെ നിന്ന് 2 റക്അത്ത് നമസ്കരിക്കുകയും ചെയ്യുന്നത് ഒരു ഉംറക്ക് തുല്യമാണ് എന്നാണ് പ്രവാചകൻ അനുയായികളെ പഠിപ്പിക്കുകയുണ്ടായത്. خذ منه ما ينفعك لصلة رحمك، تعرف أقاربك، هذا ابن عمك، هذا ابن عم أبيك، هذا خالك، هذا خال أبيك، هذا خال أمك، تعرف أنه أخوال لك أو أخوال لأبويك لتصل أرحامك، تصل أقاربك. فصار علم النسب وسيلة يؤخذ بهذا المقدار. فالتعمق في مثل هذه العلوم يشغل وقت الإنسان وليس فيه فائدة. فالتعمق مثلا في مسألة الأنساب قد يصل الإنسان إلى درجة العصبية القبلية، لأن هذا الشغل هو ديده ويبدأ يفاضل القبيلة الفلانية أفضل من القبيلة الفلانية، لأن هذا الشغل هو ديده. الأنساب وحنا من قبيلة فلان وحنا أفضل منكم، أنتم قبيلة فيكم كلام تكلم عليكم، حتى جدكم فلان نسبه وتكلم فيه يصبح قدح، لأنه تعمق في ذلك وبدأ يتكلم بكلام معلم ويصبح الإنسان قلت إلا متخصص، هذا لأنه هو تفرغ لذلك. وربما يكون هذا ويتعقل القرآن، لكن الكلام الآن في من يريد أن يتعمق في ذلك وهو ليس متخصصا لهذا الشأن، بل يترك هذا لمن هو متخصص. اشتغل أنت بما ترى أنه أنفع لك، خذ من العربية ما تقوم به لسانك وهو نافع منه وهو ضار. وربما اشتبه على طالب علم تعمق فيه فلا يدري ما هو النافع منه الضار، ربما دخل في الكتب المحرمة وهو علم النجوم وهو يسمى التنجيم. تعلموا من النجوم ما تهتدون به في بركم وبحركم، هذا أيضا علم النجوم علم نافع لكن بلا تعمق، وهو علم التسيير لا علم التأثير. أنا قسمه العلماء من علم النجوم. يعرف الإنسان من علم النجوم ما يفيد من أدلة القبلة، فتعلم النجوم قد يكون واجبا إذا توقف عليه أمر واجب، قد يكون مستحبا إذا توقف عليه أمر مستحب. فتعلم النجوم في الأصل والقاعدة ذكرها الفقهاء رحمهم الله أن كل شيء مباح تجري فيه الأحكام الخمسة. മൂന്നാം ഖലീഫയായ ഉസ്മാൻ്റെ കാലത്താണ് പള്ളി പുതുക്കി പണിക ഉണ്ടായത്. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പള്ളിക്ക് മിനാരത്തിൻ്റെ പണി കഴിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഓട്ടോമൻ ഭരണകാലത്തും പള്ളിക്ക് കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. പിന്നീട് ഇന്ന് കാണുന്ന ഈ അത്യാധുനിക സൗകര്യത്തോടു കൂടി ഉള്ള പണി നിർമ്മിച്ചത് ഫഹദ് രാജാവിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ ഖുബാ പള്ളിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇന്ന് സൗദി ഭരണകൂടം കാര്യമായ വികസന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പ്രവാചകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങൾ ഇന്ന് സന്ദർശകർക്കായി തുറന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
معروف